ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് നമുക്കിപ്പം ഇല്ല, കുറച്ച് ഡേയ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? നമ്മൾ പറയുന്ന ഒരു കണ്ടന്റ് എന്താണോ അത് മാത്രമേ റീഡിങ്ങിനകത്ത് കാർഡ്സ് എടുത്ത് നോക്കത്തുള്ളൂ. അതിനകത്തേക്ക് പാസ്റ്റിലേക്കുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ സൊല്യൂഷൻ എന്നുള്ളതോ ചില വീഡിയോസിൽ പറയില്ല. കഴിഞ്ഞ വീഡിയോയിനകത്ത് സിറ്റുവേഷൻ മാത്രമാണ്, സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് മാത്രമായിരുന്നു കണ്ടന്റ്. സോ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഒന്നും കൂടെ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ടെൻഷൻ ആവാതിരിക്കുക. ചില വീഡിയോസിൽ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം, അപ്പോൾ ഗൈഡൻസ് ഉണ്ടാവില്ലായിരിക്കാം. അത് കണ്ടന്റ് എന്താണോ അതിനനുസരിച്ച് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. സോ ഇതിനകത്ത് കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അതിൽ നമ്മൾ സിറ്റുവേഷൻസ് ആൻഡ് അവരുടെ തോട്ട്സ്, അതുപോലെ അവരുടെ തീരുമാനങ്ങൾ, നെക്സ്റ്റ് ആക്ഷൻ എല്ലാം തന്നെ ഉണ്ടാകും. സോ അവരുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നോക്കാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? അവരുടെ സിറ്റുവേഷൻ എന്താണ്? അവരുടെ തോട്ട്സ് എന്താണ്? ഇല്യൂഷനും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും വന്നിട്ടുണ്ട്. ക്രിയേറ്റർ വന്നിട്ടുണ്ട്. അഗെയിൻ ഒരു കാർഡും കൂടെ. ട്രസ്റ്റ് വന്നിട്ടുണ്ട്. അവെയർനെസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. സോ അവെയർനെസ്, ചേഞ്ച്, പൊളിറ്റിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് സിറ്റുവേഷൻ ഉണ്ട് ആൻഡ് അവരുടെ തോട്ട്സും അവരുടെ ക്യാരക്ടറും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. കൂടുതലും സോഷ്യൽ മീഡിയയിൽ ടൈം വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുമായിട്ട് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളത്. കൂടുതലായിട്ടും അവർക്ക് നിങ്ങളെക്കാൾ വാല്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് മറ്റു പലതിനോടായിരിക്കും. ഓക്കെ, അതായത് ഒരു അഡിക്ഷൻ ഉള്ള, എന്തിനോടെങ്കിലും ഒരു അഡിക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അവരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പാസ്റ്റിലെ കാര്യമായിരിക്കാം. ഓക്കെ, അതായത് ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. പാസ്റ്റിൽ അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നത് കുറവായിരുന്നിട്ടുണ്ടാകണം എങ്കിൽ ഇപ്പം അങ്ങനെയുള്ള ഒരാളായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ മെച്യൂർഡ് ആണ് അല്ലെങ്കിൽ മെച്യൂർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര ഏജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഇപ്പം എത്ര അറിവുള്ള ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, എന്തും എല്ലാം ഉള്ള ഒരാളായിക്കോട്ടെ, എന്താണെങ്കിലും ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. കാരണം നിങ്ങൾ ആയിരിക്കും കൂടുതലായിട്ടും ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സഹിച്ചിട്ടുണ്ടാവുക എന്ന് പറയാം. ഓക്കെ, അതായത് അവരുടെ ക്യാരക്ടർ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നിട്ടും നിങ്ങൾ അവരെ വിട്ടുപോകാതെ പിടിച്ചു നിന്നിട്ടുണ്ടാകാം. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് മേ ബി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള കൂടുതലായിട്ട് അവരിങ്ങനെ ഇൻവോൾവ് ആകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ
സോഷ്യൽ വർക്ക് പോലെയുള്ള കാര്യങ്ങൾ, ഈ പൊളിറ്റിക്സ് പോലെയുള്ള അങ്ങനെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അത് അവരുടെ ജോബ് ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്ഥലത്ത് ഒരുപാട് പേരുള്ള സ്ഥലത്തായിരിക്കാം മേ ബി അവർ ജോലി എടുക്കുക. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് ആ ഒരു കാര്യത്തിന് കൊടുക്കുക. മീൻസ് നിങ്ങളാണ് വലുത് എന്ന് പറയുകയാണെങ്കിലും, വായും കൊണ്ട് പറയുകയാണെങ്കിലും പ്രവൃത്തിയിൽ കാണിക്കാത്ത ഒരു പക്വതയില്ലാത്തൊരു ക്യാരക്ടർ നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടാകും. അത് എന്തുമാകാം, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇപ്പം അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റം ഉണ്ടായിരുന്ന സമയത്ത്, മീൻസ് അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കത് സ്നേഹം കൊണ്ട് റിയാലിറ്റിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. റിയാലിറ്റിയിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അവരുടെ ക്യാരക്ടർ ഇതാണ്, അവരുടെ സ്വഭാവം ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പം അങ്ങനെയുള്ള അത്രയ്ക്കും നിങ്ങൾ അതിൽ ഇങ്ങനെ ഡീപ്പായിട്ട് നിന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആ സമയത്ത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യാത്തൊരു പേഴ്സൺ ആയിരുന്നിട്ടുണ്ടാവുക. ഓക്കെ, അതായത് ക്യാരക്ടർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ, ഒരു ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ടോക്സിക് പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി അന്ന് നിങ്ങളെ, മീൻസ് പാസ്റ്റിൽ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് വന്നിട്ടുണ്ടാകാം. അതായത് നിങ്ങൾക്കൊരു സ്വയം ഒരു ബോധം വന്നിട്ടുണ്ടാകാം, നിങ്ങൾ നിൽക്കുന്ന ഒരു പ്ലേസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു പൊസിഷൻ എന്താണ്, നിങ്ങളടുത്ത് അവർക്ക് ഉള്ള ഒരു സ്നേഹത്തിൻ്റെ ഡീപ്പ് എന്താണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവാം. അതിനനുസരിച്ചായിരിക്കാം നിങ്ങളുടെ ഒരു പെരുമാറ്റം ഇപ്പോൾ പോകുന്നുണ്ടാവുക. നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് കാരണം ആ പേഴ്സണ് ലൈഫിൽ ചേഞ്ച് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. സോ അവരുടെ കറൻറ്റ് എനർജി നോക്കുമ്പം പാസ്റ്റിലെ ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ മെച്വേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ മനസ്സിലാക്കുകയാണ്, നിങ്ങളെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് മെയിൻലി അവരുടെ എനർജിയിൽ കാണുന്നത്. ആൻഡ് നിങ്ങളോടുള്ള തോട്ട്സ് ഒന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളോടുള്ള അവരുടെ തോട്ട്സ് എന്ന് നോക്കാം. ഹീലിംഗ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. ഹീലിംഗ് എന്ന് പറയുമ്പം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഈ പേഴ്സൻ്റെ പല ക്യാരക്ടറുകളും റിമൂവ് ആയി പോവുകയാണെന്ന്. അത് അഡിക്ഷൻ ആണ് കാണിക്കുന്നത്. അഡിക്ഷൻ എന്ന് പറയുമ്പം എന്തുമാകാം. ഓക്കെ, ആ ഒരു അഡിക്ഷനിൽ നിന്നും അവർ ഹീലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആണ്. ഒരു മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ പുറത്ത് വേറൊരു മുഖം കാണിച്ച് നടക്കുന്ന ഒരു വ്യക്തി, എന്നാൽ നിങ്ങളടുത്ത് വേറൊരു മുഖം കാണിക്കുക, മീൻസ് നിങ്ങളടുത്ത് ക്രൂരമായൊരു മുഖം കാണിച്ചാൽ പുറത്ത് നല്ലൊരു മനുഷ്യനായിരിക്കും. ആരും പറഞ്ഞാൽ വിശ്വസിക്കുക പോലുമില്ല, ഈ വ്യക്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക പോലുമില്ല. അത്രയ്ക്കും പുറത്തൊരു ട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങളടുത്തൊരു പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ചേഞ്ച് അവർക്ക് ഉണ്ട്, ആ ഒരു ഫീലിംഗ് അവർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരുടെ തോട്ട്സ്. എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം മേ ബി ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണ്ടി എഫേർട്ട് എടുത്താലും അത് മനസ്സിലാകാതെ മറ്റുള്ളവർക്ക് എഫേർട്ട് കൊടുക്കുന്ന ആൾ നിങ്ങളുടെ വ്യക്തിയെങ്കിൽ അവർക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് അവിടെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ കൊടുക്കേണ്ട സ്ഥലത്തെ വാല്യൂ കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രിയോറിറ്റി കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ മറ്റുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ചെയ്യുന്നുണ്ടാകാം നല്ല രീതിക്ക് തന്നെ. അതായത് പൈസയുടെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് വെക്കുകയായിരിക്കാം, ടൈം പാസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാകാം, ചാറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം റിയലൈസ്ഡ് ആവുന്നുണ്ട് ഈ പേഴ്സൺ. അത് നിങ്ങൾ റീസൺ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി അത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെയറിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പോസിറ്റീവ് ചേഞ്ച്, നിങ്ങളിപ്പം എന്തായാലും നല്ലോണം മാറിയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഈ വീഡിയോസ് കാണുന്നവർക്ക് നല്ലൊരു ബോധം വന്നിട്ടുണ്ട്, ആ ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുമായിരിക്കാം അവരുടെ ആ ഒരു ചേഞ്ച് കാണുന്നത്, ആ ഒരു ഹീലിംഗ് നടക്കുന്നത്.
അവരുടെ തോട്ട്സ് ആണത്. അവർ നല്ല രീതിക്ക് അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ഇപ്പം അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു പക്വത വരുന്നത്. അല്ലെങ്കിൽ എല്ലാം ഇത്ര ഏജ് ആയാലും അല്ലെങ്കിൽ ഏജ് ഇല്ലെങ്കിലും ഇപ്പോൾ ഏജ് കുറവാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഒരു വെയിറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കോംപ്രമൈസിന് വേണ്ടിയിട്ട് തയ്യാറാണ്. നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ കോംപ്രമൈസിന് വേണ്ടിയിട്ട് തയ്യാറാണ്. എന്തോ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ അവർ മെൻ്റലി ഓക്കെ അല്ലാത്തൊരു അവസ്ഥയാണ്. മേ ബി അത് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ മനസ്സുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് അവർ ഒട്ടും ഓക്കെ അല്ല. മേ ബി നിങ്ങൾ കൂടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ പഴയ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടാകാം. എന്തായാലും അതൊരു നല്ല കാര്യമാണ് മനസ്സിലാക്കുക എന്നുള്ളത്. മീൻസ് ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഇപ്പം നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കുക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും ചേഞ്ചുകൾ വരുന്നത്. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചേഞ്ച് ഇതാണ്, ഒരു എനർജി ഇതാണ്. അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.